അപ്പോൾ ഇനി നമുക്ക് സോപ്പ് അല്ലെങ്കിൽ സർഫക്റ്റൻറ്റ് പോകാം. കൊക്കോ ഗ്ലൂക്കോസൈഡ് ആൻഡ് ക്യാബ്. ഞാൻ എന്നും പറയുന്ന പോലെ ഇത് നാച്ചുറലി ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ സ്കാൽപ്പിനോ സ്കിന്നിനോ ഒന്നും പ്രോബ്ലംസ് ഉണ്ടാക്കില്ല. ഒത്തിരി മൈൽഡായിട്ടുള്ളതാണ്. സ്കിൻ അലർജി അല്ലെങ്കിൽ അതിലുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് രണ്ടും ഞാൻ ബോഡി വാഷിനും ഞാൻ ഉപയോഗിച്ചത് ഇതിന് മുമ്പ് ഉപയോഗിച്ചത് സെയിം ഈ 2 സർഫക്റ്റൻ്റാണ്. ഈ 2 സർഫക്റ്റൻ്റ് ഉണ്ടെങ്കിൽ സോപ്പിൻ്റെ ഉപയോഗമുള്ള എന്ത് സാധനവും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഹാൻഡ് വാഷൊക്കെ ഇത്രയും വില കൊടുത്ത സാധനങ്ങൾ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഷാമ്പൂ, ബോഡി വാഷ്, ഫേസ് വാഷ് ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ റോസ്മേരി എസെൻഷ്യൽ ഓയിൽ മസ്റ്റായിട്ട് ഇയോന്നിരിക്കുന്ന എസെൻഷ്യൽ ഓയിലാണ്. അത് മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് 1% വരെയും ആക്കാം. പക്ഷേ നല്ല 6 ഗ്രാം ഞാൻ ഡ്രൈഡ് റോസ്മേരി എടുത്തത് കൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. 0.5 മതി. പിന്നെ ഫ്രാഗ്രൻസ് ആണ്. ഞാൻ ജാപ്പനീസ് ചെറി ബ്ലോസം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്രാഗ്രൻസ് ഓയിലാണത്. പിന്നെ നിങ്ങളുടെ അവൈലബിൾ ആയിട്ടുള്ള പ്രിസർവേറ്റീവ്, അതിൻ്റെ pH അറിഞ്ഞിരിക്കണം. ഏത് pHലാണ് പ്രിസർവേറ്റീവ് വർക്ക് ചെയ്യുക എന്നുള്ളത്. കാരണം നമ്മൾ സർഫക്റ്റൻ്റ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എപ്പോഴും pH 10 to 12 വരെ പോകും. മിക്ക പ്രിസർവേറ്റീവും ഈ ഒരു pHൽ വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം. pH ഡൗൺ ആക്കിയിട്ട് മാത്രമേ നമുക്ക് അതുകൊണ്ടാണ്. പിന്നെ സിട്രിക് ആസിഡ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു pH താഴെ കൊണ്ടുവരാനായിട്ട്.